വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ യുവജനങ്ങൾ മത്സരത്തിനിറങ്ങണമെന്ന് സിറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMYM. സിറോ മലബാർ സഭയുടെ കേരളത്തിലെ 13 രൂപതകൾക്കാണ് SMYM സംസ്ഥാന സമിതി ഈ നിർദ്ദേശം നൽകിയത്. മത്സരിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് SMYM സംസ്ഥാന പ്രസിഡന്റ് അലക്സ് തോമസ് പുളിമൂട്ടിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരായ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. ഇങ്ങനെ മത്സരിക്കുന്ന യുവജനങ്ങളെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുവാനാണ് സിറോ മലബാർ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല. ക്രൈസ്തവരായ യുവജനങ്ങൾ എവിടെ മത്സരിച്ചാലും അവരെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുവാനാണ് ഞങ്ങളുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഇതിപ്പോൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ലിനറ്റ് ആയിരുന്നു അവിടെ നിങ്ങനൊരു നീക്കം ഉണ്ട് എന്നത്. അത് ആ ഘട്ടത്തിൽ തന്നെ ഇരു മുന്നണികളും സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്. കാരണം തദ്ദേശ പ്രാദേശിക സ്ഥലങ്ങളിൽ ഈ വിധിയെ നിർണ്ണയിക്കാനുള്ള വല്ലാത്ത തോതിലുള്ളൊരു ശേഷി സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും. ഏത് നിലക്കാണ് ഇവരിതിനെ കാണുന്നത്? SMYM-ഉം ബന്ധപ്പെട്ട സംവിധാനങ്ങളുമെല്ലാം ഗൗരവത്തോടെ ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? തീർച്ചയായും സനീഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയം ഈ ഒരു ക്രൈസ്തവ വോട്ടുകൾ നേടിയിട്ട് തന്നെയാണ് സാധാരണ രീതിയിലൊക്കെ ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ ക്രൈസ്തവ വോട്ടുകൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഒരു SMYM-ന്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. മാനന്തവാടി രൂപതയിലെ KCYM ഇത്തരത്തിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതായി നമുക്കറിയാം. അവർ പ്രത്യേകമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള യുവജനങ്ങളുടെ അടക്കം പട്ടികകളടക്കം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സിറോ മലബാർ സഭയുടെ 13 രൂപതകൾക്കാണ് SMYM സംസ്ഥാന സമിതി ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ള യുവജനങ്ങൾ മത്സരിക്കണമെന്നും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് SMYM-ന്റെ സംസ്ഥാന സമിതി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കല്ല ഇവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്, മറിച്ച് വ്യക്തികൾക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നാണ് സംസ്ഥാന സമിതിയുടെ അധ്യക്ഷനായ അലക്സ് തോമസ് ഇതിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് സാധ്യതകൾ ഉള്ളത് ഈ ക്രൈസ്തവ മേഖലകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റത്തിന് തന്നെയായിരിക്കും ഇത് വഴിയൊരുക്കുക. സാധാരണ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ ഒക്കെ തന്നെ മറ്റു പാർട്ടിക്കാരൊക്കെ ഓരോ ദിവസവും വോട്ടുകൾ ചോദിക്കാനായി ദേവാലയങ്ങളിലൊക്കെ കയറുന്നത് നമ്മൾ കാണാറുള്ളതാണ്. എന്നാൽ ഇത്തവണ ഇവിടുത്തെ യുവജനങ്ങൾ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കുക, അത് ഉറപ്പുവരുത്തുക, സംരക്ഷിക്കുക ഒക്കെ തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അവർ പറയുന്നത്. സനീഷ്.